ഇതാര് എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. ഇവിടെ കണ്ടാ അറിയാം ഈ കിടക്കുന്ന ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. ഓ ഞാനൊന്ന് കൺകുളിർക്ക കാണട്ടെ എന്റെ കൊച്ചു മിടുക്കനെ. കൊതുകൊക്കെ ഉണ്ട്, പാമ്പ്, ലൈറ്റൊന്നും കത്തി. ഇനി പറയാൻ പോകുന്നത് പൊതുജനത്തെ എങ്ങനെ കഴുതയാക്കുന്നു എന്നതിന്റെ ക്ലാസിക് ഉദാഹരണത്തിലേക്കാണ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നന്നായടാ. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. തുക എത്രയെന്ന് അറിയണ്ടേ? 1,40,00,000 രൂപ. ഇതെന്റെ അടുത്തൊന്നും ഒരുത്തനും അടർത്തിയെടുക്കാനാവില്ല സാർ. സാറിന് ഈ കാര്യങ്ങളില് 100 മാർക്കാ. എന്തിനാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്? ഇനി ആരും സൂത്രം കാണിച്ചാ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. കോണം കുളം. വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. പ്രദേശവാസികൾക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. 1.5 കോടി രൂപ ചെലവാക്കിയ കുളമാണെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മ വേണം. അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ദഹിക്കില്ല. ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിൽ മുഴുവൻ ചപ്പ് ചവറ് പടർന്ന് ഇവിടെയെല്ലാം ഇഴജന്തുക്കളുടെ ശല്യം, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമായിട്ട്. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്ന ചെലുക്കായല്ലോ. പൈസ എന്തിനാണ് ഇത്രയും പൈസ എവിടെ ചെലവാക്കി? ഇതിന്റെ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവര് പെട്ടുപോകും. അല്ല ഞാനീ പറഞ്ഞ തെറ്റണോ? ഒറ്റയ്ക്കിരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുളം കുളമാക്കിയവരോടാണ്. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ. വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അപ്പൊ